എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഈ ഒരു റിസൾട്ടാണ് പ്രൂവ് ചെയ്തത്. രണ്ടാമത്തെ മോഡ്യൂളിലെ എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് 1/2π ഇന്റഗ്രൽ ഓവർ ഗാമ എഫ് ഓഫ് ഡബ്ല്യു ബൈ ഡബ്ല്യു മൈനസ് ഇസഡ് ഡി ഡബ്ല്യു ഫോർ ഓൾ ഇസഡ് ബിലോങ്സ് ടു B01. അപ്പൊ ആ ഒരു തിയറം സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയായിരുന്നു. ജി എന്ന് പറയുന്ന റീജിയനിൽ എഫ് അനലിറ്റിക് ആണ്. BAR ക്ലോഷർ ജിക്കകത്ത് കണ്ടെയ്ൻഡ് ആണെങ്കിൽ ഈ ഒരു ഡിസ്കിലെ BAR എന്ന് പറയുന്ന ഡിസ്കിലെ അകത്തുള്ള ഏതൊരു പോയിന്റിന്റെ വാല്യൂവും എനിക്ക് ഈ ഒരു ഇന്റഗ്രൽ ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ സാധിക്കും. ആ സർക്കിളിലെ വാല്യൂ അറിഞ്ഞാൽ മതി അല്ല. ഈ ഗാമ എന്ന് പറയുന്ന സർക്കിളിലെ വാല്യൂസ് അറിയാമെങ്കിൽ എനിക്ക് ഇന്റഗ്രൽ കണ്ടുപിടിക്കാം. ആ ഇന്റഗ്രൽ ഉപയോഗിച്ച് എനിക്ക് ഈ അകത്തുള്ള ഒരു ഇസഡിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പൊ അത് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം സെന്റർ 0 എന്നും റേഡിയസ് 1 എന്നും അസ്യൂം ചെയ്തിട്ട് ആ റിസൾട്ട് നമ്മൾ പ്രൂവ് ചെയ്തു ക്ലാസ്സിൽ. അപ്പൊ ജനറൽ റിസൾട്ടിന് ഇത് ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു റീപാരാമീറ്ററൈസേഷൻ കൊടുത്താൽ മതി. നമ്മൾ തന്നിരിക്കുന്ന റീജിയൻ ജി ആണ്, ഫംഗ്ഷൻ എഫ് ആണ്, കൺസിഡർ ചെയ്യുന്ന സർക്കിൾ ഇതാണ് ഇത്. ഓക്കെ. ഇപ്പൊ നമ്മൾ റീപാരാമീറ്ററൈസേഷൻ ചെയ്യുമ്പോൾ ജിയിലെ ഒരു ഇസഡ് എടുത്തിട്ട് ഇസഡ് മൈനസ് എ ബൈ ആർ എടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇസഡ് BARലെ എലിമെന്റ് ആണെങ്കിൽ ഈ ഡബ്ല്യു എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഡബ്ല്യുവിന്റെ കണ്ടീഷൻ എന്തായിരിക്കും? മോഡുലസ് ഓഫ് ഡബ്ല്യു എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് ഇസഡ് മൈനസ് എ ബൈ ആർ അല്ലെ. ഇത് 1നേക്കാളും ചെറുതായിരിക്കുമല്ലോ. അപ്പൊ അതിന്റെ അർത്ഥം ഡബ്ല്യു എന്ന് പറയുന്നത് B01ലെ എലിമെന്റ് ആയിരിക്കും. അതുപോലെ ഞാൻ ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ എഫ് ഓഫ് എ പ്ലസ് ആർ ഇസഡ് ഡിഫൈൻ ചെയ്താൽ ഇതാണ് ഇത് ഡബ്ല്യു ആണെങ്കിൽ ഡബ്ല്യുവിന്റെ കണ്ടീഷൻ എന്താ? ഇസഡിനെ എവിടെ നിന്നാണ് എടുക്കുന്നത്? G1 നിന്നാണ് എടുക്കുന്നത്. അപ്പൊ ഇസഡിനെ എനിക്ക് ഡബ്ല്യു മൈനസ് എ ബൈ ആർ എന്ന് എഴുതാം ഫോർ സം ഡബ്ല്യു ബിലോങ്സ് ടു ജി. സോ ദ പോയിന്റ് ഈസ് ദാറ്റ് ഈ പറഞ്ഞ എ പ്ലസ് ആർ ഇസഡ് എന്ന് പറയുന്ന എവിടത്തെ എലിമെന്റ് ഉണ്ട്? എ പ്ലസ് ഡബ്ല്യു മൈനസ് എ ബൈ ആർ, എ പ്ലസ് ആർ ഇൻറ്റു ഡബ്ല്യു മൈനസ് ഇത് ക്യാൻസൽ ആയ ഡബ്ല്യു എന്ന് കിട്ടും. ഡബ്ല്യു എവിടുത്തെ എലിമെന്റ് ആയിരിക്കും? ജിയിലെ എലിമെന്റ് ആയിരിക്കും. അതായത് ഇസഡ് B01ൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ എന്റെ ഈ ഡബ്ല്യു എ പ്ലസ് ആർ ഇസഡ് എന്ന് പറയുന്നത് ജിയിലെ എലിമെന്റ് ആയിരിക്കും. അപ്പോൾ ഈ ഫംഗ്ഷൻ വെൽ ഡിഫൈൻഡ് ആണ്. ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ വെൽ ഡിഫൈൻഡ് ആണ്. പക്ഷെ ഇവിടുത്തെ സൗകര്യം എന്താ? ജി എന്ന് പറയുന്നത് B01ലെ ഫംഗ്ഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് അകത്തെ ഒരു പോയിന്റ് കണ്ടുപിടിക്കാൻ ജി ഓഫ് ഇസഡ് നമ്മളെ റിസൾട്ട് അപ്ലൈ ചെയ്യുമ്പോൾ എന്തായിട്ട് 1/2π ഓൾറെഡി നമ്മൾ പ്രൂവ് ചെയ്ത റിസൾട്ട് അനുസരിച്ച് 1/2π ഇന്റഗ്രൽ ഓവർ ഗാമ ഡാഷ് എന്ന് വിളിക്കാം. ഗാമ ഡാഷ് ജി ഓഫ് ഡബ്ല്യു ബൈ ഡബ്ല്യു മൈനസ് ഇസഡ് ഡി ഡബ്ല്യു. ഇനി ഡബ്ല്യു എന്ന് പറഞ്ഞാൽ തിരിച്ച് റീപാരാമീറ്ററൈസേഷൻ കൊടുക്കുമ്പോൾ ഗാമയിലേക്ക് മാറ്റുമ്പോൾ എന്ത് വരും? ഗാമ ഡാഷ് ഗാമയാവും. ജി ഓഫ് ഡബ്ല്യു എന്ന് പറയുന്നത് എന്താ? എഫ് ഓഫ് എ പ്ലസ് ആർ. ഇവിടെ നൊട്ടേഷൻ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. ഓക്കെ. ഈ ഡീറ്റെയിൽസ് ഒന്നും പ്രൂഫിൽ എഴുതണ്ട. എന്നാലും ഡബ്ല്യു എ പ്ലസ് ആർ ഇസഡ് നോട്ട് മൈനസ് ആർ ഇസഡ് മൈനസ് ഇസഡ് നോട്ട് ഡി ഡബ്ല്യു എന്ന് പറയുന്നത് ആർ ഡി ഇസഡ് ആവും. So this is exactly 1/2π ആയി. ഇതും ഗാമ ഡാഷ് തന്നെയാണ്. ഇത് ഗാമയിലേക്ക് മാറ്റുമ്പോൾ എന്താ കൊടുക്കേണ്ടത്? ഗാമയിലേക്ക് മാറ്റുമ്പോൾ എ പ്ലസ് ആർ സെഡ് എന്ന് കൊടുക്കണം. എ പ്ലസ് ആർ സെഡിന് ഡബ്ല്യു എന്ന് കൊടുക്കുക. സോ ദിസ് ബിക്കംസ് 1/2π ആയി എഫ് ഓഫ് ഡബ്ല്യു ബൈ so this is z plus ഇവിടെ z എന്ത് വരും? w minus a by r എന്ന് വരും. so r into w minus a by r minus z naught. What is z naught? Z naught will be a plus r sum w naught. so a plus r ഈ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ തനിയെ തന്നെ എഴുതി മനസ്സിലാക്കേണ്ടതാണ്. ട്രിവിയൽ ആണെങ്കിലും ഇത് ഒന്ന് എഴുതി നോക്കുന്നത് നല്ലതാണ്. ഇത് ഗാമയാവും എഫ് ഓഫ് ഡബ്ല്യു ബൈ
ഇത് ക്യാൻസൽ ആവും, എ ക്യാൻസൽ ആവും. സോ ഇറ്റ് വിൽ ബി W മൈനസ് so verify, it should be like W minus this thing D W എന്ന് കിട്ടണം. F of W not is equal to. പ്രൂഫ് എഴുതുമ്പോൾ ഇത്ര മാത്രം ഇത് ഇങ്ങനെ എഴുതിയാൽ മതി. ജനറൽ കേസിൽ ഇങ്ങനെ എടുത്താൽ മതി. ഓക്കെ, അപ്പൊ ആ ഡീറ്റെയിൽസും എഴുതി നോക്കാം. അപ്പൊ ഇതാണ് ആ ഒരു റിസൾട്ടിന്റെ പ്രൂഫ്. അപ്പൊ അത് അങ്ങനെ ആ റിസൾട്ട് കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പൊ ഇതൊന്നുകൂടെ ഒന്ന് വൃത്തിയായിട്ട് എഴുതി നോക്കാം. അടുത്ത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് കൺവെർജൻസിനെ പറ്റിയാണ്. ഒരു സീക്വൻസ് ഓഫ് ഫങ്ഷൻസ് കൺവെർജന്റ് ആണെങ്കിൽ ഇന്റഗ്രൽ കൺവെർജന്റ് ആണ്. ഇത് നിങ്ങൾ റിയൽ അനാലിസിൽ അറിയാം. ഒരു സീക്വൻസ് ഓഫ് ഫങ്ഷൻ കൺവെർജ് ചെയ്തു എന്ന് കരുതിയിട്ട് അതിന്റെ ഇന്റഗ്രൽ കൺവെർജ് ചെയ്യണമെന്നില്ല. അപ്പൊ അവിടെ നമ്മൾ മെഷർ തിയറിയിൽ ഡൊമിനേറ്റഡ് കൺവെർജൻസ് തിയറം അതും ഇതൊക്കെ പഠിക്കുന്നുണ്ട് അല്ലെ. എപ്പോഴും ഒന്നും കൺവെർജ് ചെയ്യില്ല. പക്ഷെ ഇവിടെ യൂണിഫോംലി കണ്ടിന്യൂസ് ആണെങ്കിൽ, so if the gamma is a rectifiable curve and suppose that Fn and F are continuous functions on trace of gamma, if Fn converges uniformly to F, then the integrals also converges to integral F. So uniform convergence അത് ഇന്റഗ്രൽ നൈസ് ആയിട്ട് ബിഹേവ് ചെയ്യും. എനിക്ക് തോന്നുന്നു റിയൽ അനാലിസിലും യൂണിഫോം കൺവെർജൻസിൽ ഇന്റഗ്രൽ നൈസ് ആയിട്ട് ബിഹേവ് ചെയ്യും എനിക്ക് തോന്നുന്നു. പക്ഷെ ഡിഫറൻഷ്യൽസ് ഒരു സീക്വൻസ് ഓഫ് ഫങ്ഷൻസിന്റെ ഡെറിവേറ്റീവ് യൂണിഫോം കൺവെർജന്റ് ആണെങ്കിലും അത് കൺവെർജ് ചെയ്യണമെന്നില്ല എന്ന് തോന്നുന്നു റിയൽ അനാലിസിൽ. ലൈൻ വെരിഫൈ. അപ്പൊ ഇത് എന്റെ പ്രൂഫ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ ഇത് ട്രിവിയൽ പ്രൂഫാണ്. സോ ബൈ ദ യൂണിഫോം കൺവെർജൻസ് given epsilon greater than 0 there exists n such that ഇത് കിട്ടും അല്ലെ. Fn of W minus F of W less than epsilon വരെ ഞാൻ epsilon by V of gamma ആണ് എടുത്തത് പിന്നീടുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. For all W belongs to trace of gamma and for n greater than or equal to n. ഇനി ഇന്റഗ്രൽ എടുക്കാം. So the modulus of the difference of this integral, this is less than or equal to നമ്മുടെ സെമിനാർ പോർഷനിൽ ഇന്റഗ്രൽസിന്റെ പ്രോപ്പർട്ടി 06 അത് നോക്കുക. അതിനകത്ത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് അകത്തോട്ട് പോകും, അത് മോഡ് DW അല്ലെ. സോ ഈ Fn ഈ ഡിഫറൻസിന് വരെ എനിക്ക് എന്ത് കൊടുക്കാം, എപ്സിലോൺ ബൈ V ഓഫ് ഗാമ കൊടുക്കാം. അപ്പൊ അതിന് പുറത്ത് വരും. ഈ ഇന്റഗ്രൽ ഓവർ ഗാമ മോഡ് DW എന്ന് പറഞ്ഞാൽ V ഓഫ് ഗാമയാണ്. അതും ആ സെമിനാറിന്റെ പോർഷനിൽ ഉണ്ട്. ഈ V ഓഫ് ഗാമ ക്യാൻസൽ ആയിട്ട് എനിക്ക് എപ്സിലോൺ കിട്ടും. whenever n greater than or equal to n. ഇതിന്റെ മീനിങ് എന്താ, ഇന്റഗ്രൽ Fn കൺവെർജസ് ടു ഇന്റഗ്രൽ F. അപ്പോൾ യൂണിഫോം കൺവെർജന്റ് ആണെങ്കിൽ ഇന്റഗ്രൽ കൺവെർജ്. ഇത് നമ്മൾ അടുത്ത ഒരു പ്രധാനപ്പെട്ട റിസൾട്ടിൽ നമ്മുടെ ഈ സെക്ഷന്റെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഒരു അനലിറ്റിക് ഫംഗ്ഷനെ പവർ സീരീസ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് ഏത് രീതിയിലാണ് അല്ലെ. അപ്പോ അത് നമ്മൾ പ്രൂവ് ചെയ്യുന്നത് ഇനി വരുന്ന രണ്ട് റിസൾട്ടുകളിൽ കൂടെയാണ്. അങ്ങനെ ഒന്നാമത്തെ റിസൾട്ട് ആദ്യം നമ്മൾ ഡിസ്കിന് പ്രൂവ് ചെയ്യും. സപ്പോസ് F is analytic in BAR. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് F of Z നെ എപ്പോഴും ഒരു പവർ സീരീസ് ആയിട്ട് എനിക്ക് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാം. അതിപ്പോ സെന്റർ ആ ഡിസ്കിന്റെ സെന്റർ AN എന്ന് പറയുന്നത് ഗിവൺ ബൈ ദിസ് ഫോർമുല 1/n ഫാക്ടോറിയൽ എന്ത് ഡെറിവേറ്റീവ് F at A. അപ്പൊ ഈ ഫോർമുല പ്രത്യേകിച്ച് പ്രൂവ് ചെയ്യാനൊന്നുമില്ല, കാരണം നമുക്കറിയാം ഇങ്ങനെ ഒരു പവർ സീരീസ് തന്നു കഴിഞ്ഞാൽ ANന്റെ ഫോർമുല എന്ന് പറയുന്നത് ഇതായിരിക്കും നമുക്ക് ഓൾറെഡി അറിയാം. നമ്മൾ പവർ സീരീസിന്റെ തിയറിയിൽ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരേ ഒരു കാര്യം ചെയ്യേണ്ടത് ഈ പറയുന്ന ഡിസ്കിൽ എനിക്ക് ഈ ഫംഗ്ഷന്റെ വാല്യൂസിനെ ഇങ്ങനെ ഒരു പവർ സീരീസിന്റെ വാല്യൂസ് കൊണ്ട് എക്സ്പ്രസ് ചെയ്യാം അല്ലെ. സോ എനി അനലിറ്റിക് ഫംഗ്ഷൻ ഓൺ എ ഡിസ്ക് ലുക്ക് ലൈക്ക് എ പവർ സീരീസ്, അതാണ് ഇതുകൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ റേഡിയസ് ഓഫ് ഈ പവർ സീരീസിന്റെ റേഡിയസ് കൺവെർജൻസ് മിനിമം 6 ഉണ്ടാവും. റേഡിയസ് കൺവെർജൻസ് ചിലപ്പോൾ അതിലും വലുതാവാം. പക്ഷെ നമുക്കിപ്പോ അവിടെ BAR മാത്രമാണ് ഇതിന്റെ ഡൊമൈനിലുള്ളത് കൊണ്ട് 6 നോക്കിയാൽ മതി. പക്ഷെ എന്റെ ജനറലി ഇത് റേഡിയസ് ഓഫ് കൺവെർജൻസ് സോ മിനിമം 6 ഉണ്ടാവണം അല്ലെ. റേഡിയസ് ഓഫ് കൺവെർജൻസിന്റെ പ്രോപ്പർട്ടി അനുസരിച്ച് 6 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് വാല്യൂ സച്ച് ദാറ്റ് ഇറ്റ് ഈസ് കൺവെർജന്റ് ഓൺ ദാറ്റ് ഡിസ്ക്.
അല്ലെ? അപ്പൊ ഇവിടെ BAR ഇതുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം റേഡിയസ് ഓഫ് കൺവെർജൻസ് മിനിമം ആറെങ്കിലും ആകണം. ഓക്കെ, ലെറ്റ്സ് സീ ദ പ്രൂഫ്. സ്റ്റേറ്റ്മെന്റ് മനസ്സിലായല്ലോ. ലെറ്റ് 0 ലെസ് ദാൻ ആർ ലെസ് ദാൻ ആർ. നമ്മൾ സാധാരണ ഇതെല്ലാം ഇതൊക്കെ ട്രിക്ക് സെയിം ട്രിക്കുകളാണ്. നമ്മൾ പല പ്രൂഫിൽ അപ്ലൈ ചെയ്യുന്ന സെയിം ട്രിക്കുകളെ ഐഡന്റിഫൈ ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. നമ്മളൊരു ചെറിയ ഡിസ്ക് ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മൊത്തം ആറിലാണ് പ്രൂവ് ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ ഒരു സ്മാളർ ഡിസ്ക് എടുക്കും. അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താ, അതിന്റെ ക്ലോഷർ അതിനകത്ത് കണ്ടെയ്ൻഡ് ആയിരിക്കും. അതാണ് അതിന്റെ അഡ്വാൻറ്റേജ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു സ്മാളർ ഡിസ്ക് എടുത്ത് അതിന്റെ ക്ലോഷർ അതിനകത്ത് കണ്ടെയ്ൻഡ് ആണ്. ആ സർക്കിളിന് ഞാൻ പാരാമീറ്ററൈസേഷൻ കൊടുത്തു. സെന്റർ എയും റേഡിയസ് ആറും, T വേരിയസ് ഫ്രം 0 to 2π. അപ്പൊ നമ്മൾ തൊട്ട് മുമ്പ് പ്രൂവ് ചെയ്ത റിസൾട്ട് അനുസരിച്ച് എന്ത് പറയാം, ഇതിന്റെ അകത്തുനിന്ന് ഏത് ഇസെറ്റ് എടുത്താലും എനിക്കതിന് ഇങ്ങനെ ഒരു ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ കൊടുക്കാം. അല്ലെ? ഈ സർക്കിളിലെ വാല്യൂസ് മാത്രം അറിഞ്ഞാൽ മതി. Now take Fn as f of w z minus a raised to n w minus a raised to n plus 1. Okay? എന്തുകൊണ്ട് Fn എടുത്തു എന്നുള്ളത് നമുക്ക് താഴെ കാണുമ്പോൾ മനസ്സിലാവും. ഫോർ മോഡ് z minus a less than r, w ഞാൻ ഗാമയുടെ ട്രേസിംഗ് എടുത്തു. ആൻഡ് ലെറ്റ് n is equal to maximum of mod f of w minus a is equal to r. ഈ സർക്കിളിൽ ഈ ഒരു കോമ്പാക്ട് സെറ്റ് ആയതുകൊണ്ട് അതിന് മാക്സിമം ഉണ്ടാവും. ഈ സർക്കിളിൽ അതിന്റെ മാക്സിമത്തിന് ഞാൻ m എന്നും വിളിച്ചു. ആദ്യം എനിക്കിത് യൂണിഫോംലി കൺവേർജന്റ് ആണെന്ന് കാണിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആക്ച്വലി സീക്വൻസ് Fn സീക്വൻസ് ആയിട്ടല്ല എടുക്കുക, ഇതിന്റെ സീരീസ് ആയിട്ട് അല്ലെ, സീരീസിന്റെ സീരീസ് ഓഫ് ഫംഗ്ഷൻസ് ആയിട്ട് പറയാൻ പോകുന്നത്. അപ്പൊ ഇതിന്റെ മോഡുലസ് ഓഫ് Fn എന്ന് പറയുന്നത് എന്തായിരിക്കും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫിന്റെ മോഡുലസ് എമ്മിനെക്കാളും ചെറുതാണ്. ഇത് അങ്ങനെ തന്നെ ഇട്ടു. മോഡ് z ഈ w മൈനസ് എ എന്ന് പറഞ്ഞാൽ എന്താ, ആറാണ് അല്ലെ. ഈ w എവിടുന്നാ വരുന്നത്, ഈ ഗാമയെന്നാ വരുന്നത്. w എയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എക്സാക്ട്ലി 6 ആയതുകൊണ്ട് എനിക്ക് അതിനെ r raised to n plus 1 എന്ന് റീപ്ലേസ് ചെയ്യാം. ദിസ് ഈസ് n by r into mod z minus a the whole raised to n. ഇനി നമ്മുടെ mod z minus a എന്ന് പറയുന്നത് ആറിനെക്കാളും ചെറുതായതുകൊണ്ട് ഈ ക്വാണ്ടിറ്റി ഒന്നിനേക്കാളും ചെറുതാണ്. അപ്പൊ എന്തായി, ഇതൊരു കൺവെർജന്റ് ജോമെട്രിക്കൽ സീരീസ് ആണ്. സമ്മേഷൻ mod z minus a by r raised to n എന്ന് പറയുന്നത് ഒരു കൺവെർജന്റ് ജോമെട്രിക്കൽ സീരീസ് ആണ്. അപ്പൊ എന്താ കിട്ടി, GR star n ടെസ്റ്റ് അനുസരിച്ച് എനിക്ക് സമ്മേഷൻ Fn കൺവെർജസ് യൂണിഫോംലി എന്ന് കിട്ടി. റൈറ്റ് നൗ സമ്മേഷൻ Fn എന്ന് പറയുന്നത് കൺവെർജന്റ് കിട്ടി. നൗ നമുക്ക് വേണ്ട സാധനം f of z എടുക്കുക. ഇത് നമ്മൾ ഓൾറെഡി നമുക്കറിയാം എന്താ, ഈ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ നമ്മുടെ കയ്യിലുണ്ട്. അത് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഈ ചെറിയൊരു മാനിപ്പുലേഷൻ എനിക്ക് ഈ Fnലേക്ക് എത്താനുള്ള ഒരു മാനിപ്പുലേഷനാണ് ഞാൻ ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. ഇപ്പൊ അവിടെ f of w അവിടെ ഉണ്ട്. 1 by w minus z ഞാൻ ഇങ്ങനെ റീപ്ലേസ് ചെയ്യും. w ക്യാൻസൽ ആയിട്ട് w മൈനസ് ഇപ്പുറത്ത് വരും, ക്യാൻസൽ ആവും, പിന്നെ w മൈനസ് z. ഓരോ സ്റ്റെപ്പും നിങ്ങൾ എഴുതി പഠിക്കണേ. അതല്ലാതെ ഞാൻ ഇനി പറയുന്നത് ഇങ്ങനെ വെറുതെ കേട്ടിരിക്കരുത്. പോസ് ചെയ്ത് എഴുതി ചെയ്യുക. അടുത്ത സ്റ്റെപ്പ് ഒന്ന് എഴുതി നോക്കിയിട്ട് ഞാൻ പറയുന്നത് കേൾക്കുന്നതാണ് നല്ലത്. സോ ഇതിൽ ഞാൻ ജോമെട്രിക്കൽ സീരീസ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്താൽ 1 minus x raised to minus 1 എക്സ്പാൻഷൻ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എക്സ്പാൻഷൻ കിട്ടും. ഇതെന്ന് പറഞ്ഞാൽ എന്താ, ഇതിൽ വരാനാണ് ഞാൻ യൂണിഫോം കൺവെർജൻസ് ഉപയോഗിച്ചത്. അതെങ്ങനെയാണെന്ന് അറിയാവോ, ഇവിടെ ഇരിക്കുന്ന ഈ ഒരു ടേം നോക്കൂ. Fn ഇതാണ്. സമ്മേഷൻ Fn എന്ന് പറഞ്ഞാൽ എന്താ, സമ്മേഷൻ Fn എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മേഷൻ f of w by z minus a raised to n by w minus a raised to n plus 1. ഇതല്ലേ എക്സാക്ട്ലി കിടക്കുന്നത്. ഇത് യൂണിഫോംലി കൺവെർജന്റ് ആയതുകൊണ്ട് ഇന്റഗ്രലും സമ്മേഷനും എനിക്ക് ഇന്റർചേഞ്ച് ചെയ്യാം. അതാണ് ഈ ലെമ്മ പറയുന്നത്. ഈ ലെമ്മ എക്സാക്ട്ലി പറയുന്നത് അത് തന്നെയാണ്. വൈ ഞാൻ ആ പറഞ്ഞത് ഒന്നുകൂടെ ചിന്തിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഒരു സീക്വൻസ് യൂണിഫോംലി കൺവെർജന്റ് അല്ലെങ്കിൽ ഈ ഒരു സീരീസ് യൂണിഫോംലി കൺവെർജന്റ് എന്ന് പറയുന്നത് യൂണിഫോംലി കൺവെർജന്റ് ആയതുകൊണ്ട് കറസ്പോണ്ടിങ് ഇന്റഗ്രൽ സമ്മേഷൻ Fn എന്ന് പറയുന്നത് എന്തായിരിക്കും, സമ്മേഷൻ ഇന്റഗ്രൽ Fn ആയിരിക്കും.
ഇതാണ് ആ യൂണിഫോം കൺവെർജൻസിന് നമ്മൾ സീരീസിൽ എഴുതുമ്പോൾ കിട്ടുന്നത്. സീക്വൻസിനാണ് നമ്മൾ ലെമ്മ പ്രൂവ് ചെയ്തത്. ഈ സീരീസിന്റെ കൺവെർജൻസ് എന്ന് പറഞ്ഞാൽ സീക്വൻസ് ഓഫ് പാർഷ്യൽ സമ്മിന്റെ കൺവെർജന്റ് ആണ്. അതാണ് ഹിന്റ് ഇത് നിങ്ങൾ എഴുതി മനസ്സിലാക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ഞാൻ ആ യൂണിഫോം കൺവെർജന്റ് ഉപയോഗിക്കുമ്പോൾ എനിക്ക് ഈ സമ്മേഷനെ പുറത്തേക്ക് കൊണ്ടുവരാം. ഇനി എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ അതൊരു പവർ സീരീസ് ഫോമിലായില്ലേ? ഇതാ ഇവിടെ നോക്കൂ, ഇതിനെ ഞാൻ ചെയ്യുക an എന്ന് വിളിക്കുക. സോ അതിനെ an എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എക്സാക്ട്ലി ദാറ്റ് ഈസ് ഓഫ് ദ ഫോം summation n equal to 0 to infinity an z minus a raised to n. ഈ anസിന്റെ ഫോർമുല നോക്കിയാൽ അറിയാം ഇത് ഇസഡിന് ഇൻഡിപെൻഡന്റ് ആണ് അല്ലെ, അത് കോൺസ്റ്റന്റ് ആണ്, ഇസഡിന് ഡിപെൻഡന്റ്. അതിവിടെ പറയണം പവർ സീരീസിലെ ആ കോഎഫിഷ്യൻസ് anകൾ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കണം, അത് ഇസഡിലുള്ള ഫംഗ്ഷൻ ഒന്നും ആകാൻ പാടില്ല. അപ്പൊ അവിടെ കിട്ടിയിരിക്കുന്ന ans എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ നമുക്കവിടെ കൺവെർജൻസ് പവർ സീരീസ് എഫ് ഓഫ് സെഡിന് കിട്ടും. ഇനി അതായത് തിയറി ഓഫ് പവർ സീരീസ് an എന്ന് പറയുന്ന ഇതായിരിക്കും. അതുകൊണ്ട് തന്നെ an ഗാമയ്ക്കും ഇൻഡിപെൻഡന്റ് ആണ്. നമ്മളിവിടെ ഗാമ എന്ന് പറയുന്ന പർട്ടിക്കുലർലി ചൂസ് ചെയ്തതാണ്. അവിടെ ഇതിന്റെ അകത്തുനിന്ന് ഗാമ ഒരു ചൂസ് ചെയ്തതാണ്. അപ്പോൾ അതിനകത്തുള്ള ഏത് സർക്കിൾ എടുത്താലും മതി, ഈ ഗാമയായിട്ട് എനിക്ക് an ബന്ധമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് എഫ് ഓഫ് സെഡിനെ അങ്ങനെ എക്സ്പ്രസ് ചെയ്യാം. ഇനി ഈ ആർ എന്ന് പറയുന്നത് സീറോയ്ക്കും ക്യാപിറ്റൽ ആറിനും ഇടയ്ക്കുള്ള ആർബിട്രറി ആയതുകൊണ്ട് ഏതൊരു ഇസഡിനും ശരിയാവും അല്ലെ. അതിനകത്തുള്ള ഈ സർക്കിളിനകത്തുള്ള ഏത് ഇസഡ് എടുത്താലും എനിക്ക് ഈ പറഞ്ഞ ആർഗ്യുമെന്റ് വർക്ക്ഔട്ട് ചെയ്യും. ആ ഇസഡിനെ കണ്ടെയ്ൻ ചെയ്യുന്ന രീതിയിൽ, അത് ഇസഡ് അകത്ത് വരുന്ന രീതിയിൽ ഒരു സർക്കിൾ അകത്തെടുത്താൽ മതി, സ്മോൾ ആർ റേഡിയസ് ഉള്ള. ഈ ആർഗ്യുമെന്റ് എനിക്ക് ഏത് ഇസഡും വരുന്ന രീതിയിൽ ചെയ്യാം. അപ്പൊ അതിന്റെ അർത്ഥം ആ ഡിസ്കിനകത്ത് എല്ലാ ഇസഡിനും ഇങ്ങനെ ഒരു എഫ് ഓഫ് ഇസഡിനെ ഇങ്ങനെ ഒരു പവർ സീരീസ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് അതിന്റെ പ്രൂഫ്. ഓക്കെ, ഇവിടെ വെച്ച് ഒന്നുകൂടെ ആ പ്രൂഫ് മുഴുവൻ വായിച്ചിട്ട് അടുത്തത് കേൾക്കണം. കണ്ടിന്യൂസ് ആയിട്ട് കേട്ട് പോകരുത്, കാര്യമില്ല. ഇതിന്റെ ഇമ്മീഡിയറ്റ് കൊറോളറി ആയിട്ട് നമുക്ക് ജനറൽ റീജിയന് ഇത് പ്രൂവ് ചെയ്യാം. ഈ ജനറൽ റീജിയനിലെ പ്രൂഫ് നിങ്ങൾക്ക് തനിയെ എഴുതാവുന്നതേ ഉള്ളൂ. സോ ഇവിടെ എന്താണ്, നേരത്തെ നമ്മൾ ഡിസ്കിൽ മാത്രമേ പറഞ്ഞു. സപ്പോസ് എഫ് ഈസ് അനാലിറ്റിക് ആണ് റീജിയൻ ജി ആൻഡ് എ ബിലോങ്സ് ടു ജി. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് ഇസഡിനെ എ സെന്റർ ആയിട്ടുള്ള ഒരു പവർ സീരീസ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാം. ഇത് ഞാൻ വരച്ച് കാണിക്കാം. സോ ഇതാണ് ജി. ഇത് വളരെ പ്രധാനമാണ് നമ്മൾ പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോഴും നെറ്റിന്റെ ഒക്കെ ക്വസ്റ്റ്യനും. അപ്പൊ ഇവിടെ എ ആണെങ്കിൽ എന്താ ചെയ്യണമെന്ന് അറിയാവോ? ഈ എയും ബൗണ്ടറി ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് ഈ ആർ. നമ്മൾ പിക്ചറിക്കലി വെച്ച് കഴിഞ്ഞാൽ എന്താ ഇത് അല്ലെ, ഈ ഡിസ്റ്റൻസ്. ആ ഡിസ്റ്റൻസ് വെച്ചിട്ട് ഒരു ഡിസ്ക് വരയ്ക്കുക. ഓക്കെ, ഇത് കറക്റ്റ് ആ ബൗണ്ടറിയിൽ ടച്ച് ചെയ്തിരിക്കുന്ന ഒരു ഡിസ്ക് ആയിരിക്കും. ഇതാണ് എന്റെ ആ ഡിസ്റ്റൻസ് ആർ. ഈ ഡിസ്കിനകത്ത് എനിക്ക് ആ പവർ സീരീസ് എക്സ്പാൻഷൻ പറയാൻ പറ്റും. ചിലപ്പോൾ ഇതിന് പുറത്തും ആ പവർ സീരീസ് വാലിഡ് ആയിരിക്കും, പക്ഷെ അത് എഫ് ആവുന്നത് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത് ഈ ഡിസ്കിനകത്താണ്. ഇതിന്റെ പുറത്തോട്ടും ചിലപ്പോൾ കിട്ടുമായിരിക്കാം, പക്ഷെ നമ്മളെ തിയറിയിൽ ഈ ഡിസ്കിനകത്തുള്ള ഏത് ഇസഡ് എടുത്താലും എനിക്ക് അതിന് ഇങ്ങനെ ഒരു പവർ സീരീസ് എക്സ്പാൻഷൻ ഉണ്ടായിരിക്കും. പ്രൂഫ് ട്രിവിയൽ ആണ്, കാരണം ഇവിടെ ബി എ ആർ എന്ന് പറയുന്നത് എന്താ, ഇവിടെ ബി എ ആർ എന്ന് പറയുന്നത് ജിക്കകത്ത് കണ്ടല്ലേ. സോ അതുകൊണ്ട് തന്നെ അടുത്ത പ്രൂഫ് so since R is equal to D of A comma boundary of G, BAR is contained in G. Now F restricted to BAR is analytic. So by നമ്മുടെ തൊട്ട് മുമ്പത്തെ റിസൾട്ട് 2 to 1 f of z equal to summation n equal to 0 to infinity an z minus a raised to n for all mod z minus a less than ഇത്രയേ ഉള്ളൂ എൻ്റെ പ്രൂഫ്. ഓക്കെ, പക്ഷെ ആ ജോമെട്രിക്കൽ ഐഡിയ ആ തന്നിരിക്കുന്ന റീജിയനിൽ ആ സെന്റർ എയും വരയ്ക്കാവുന്ന ഏറ്റവും വലിയ ഡിസ്കിനകത്ത് എനിക്ക് ഉറപ്പായിട്ട് എഫ് ഓഫ് സെഡിന്
ഇങ്ങനെ ഒരു പവർ സീരീസ് എക്സ്പാൻഷൻ പറയാൻ പറ്റും എന്നാണ് ആ റിസൾട്ട് നമുക്ക് തരുന്ന ഇംപ്ലിക്കേഷൻ. ഓക്കെ, ഇനി അടുത്തെന്താ, നമ്മൾ അനലിറ്റിസിറ്റി ഡിഫൈൻ ചെയ്തത് ഫംഗ്ഷൻ കണ്ടിന്യൂസ്ലി ഡിഫറൻഷ്യബിൾ ആയാൽ മതി. ഈ ഒരു പവർ സീരീസ് എക്സ്പാൻഷനിൽ നമുക്ക് കിട്ടുന്ന ഇംപ്ലിക്കേഷൻ എന്താ? സോ if Z belongs to T, then ഈ എഫ് ഓഫ് ഇസഡിനെ എനിക്ക് ഇങ്ങനെ എഴുതാം, സമ്മേഷൻ n equal to 0 to infinity a n z minus a raised to n for some then there exists r greater than 0 such that f of z equal to this thing. ഇങ്ങനെ എഴുതിക്കൂടെ പവർ സീരീസ് ആയിട്ട്? This is true for on DAR. കുറച്ചുകൂടെ വൃത്തിയായിട്ട് എഴുതാം, സുഖമൊന്നുമില്ല. നമുക്ക് ഇങ്ങനെ എഴുതാം. എനിക്ക് ഡിഫറൻഷ്യബിലിറ്റി ഒരു പോയിന്റ് പറഞ്ഞാൽ മതി. If Z belongs to B by 2 to 2, there exists A belongs to G and R greater than 0 such that f of Z equal to summation n equal to 0 to infinity a n z minus a raised to n and Z belongs to BAR. തൊട്ടുമുമ്പത്തെ റിസൾട്ട് അനുസരിച്ച് now the RHS is infinitely differentiable. നമുക്കറിയാം പവർ സീരീസിന്റെ തിയറി അനുസരിച്ച് RHS ഇൻഫിനിറ്റി, ഹെൻസ് f is infinitely differentiable at Z. Z ആർബിട്രറി പോയിന്റ് അല്ലേ ജിയില്, അപ്പൊ അതുകൊണ്ട് തന്നെ ജിയിലെ ഏതൊരു Z എടുത്താലും അതിൽ f ഇൻഫൈനൈറ്റ്ലി ഡിഫറൻഷ്യബിൾ ആയിരിക്കും. അത് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ത്രൂ ദ പവർ സീരീസ് എക്സ്പാൻഷൻ. 2 to 4 പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാനില്ല. ഇറ്റ് ഫോളോസ് ഡയറക്ട്ലി ഫ്രം ദ ഫോർമുല ഫോർ കോഎഫിഷ്യൻസ് ന്റെ ഫോർമുലയിൽ നിന്ന് കിട്ടും. ഓക്കെ, ഇത് രണ്ടുകൂടെ കമ്പൈൻ ചെയ്താണ്. Now, this is an important estimate. It's called Cauchy's estimate. So, അത് നമുക്ക് ഇതിൽ നിന്ന് പ്രൂവ് ചെയ്യാം. What is modulus of fn of a? That is modulus of n factorial by 2 pi I integral over gamma f of w by w minus a raised to n plus 1 dw. പിന്നെ നമുക്ക് തന്നിരിക്കുന്ന എഫ് എന്ന് പറയുന്നത് അതിന്റെ ബൗണ്ട് ആണ് എം. അത് എം കൊടുക്കുമ്പോൾ ദിസ് ഈസ് n factorial by 2 pi into m. ബാക്കി എന്താ ഇന്റഗ്രൽ ഓവർ ഗാമ w മൈനസ് എക്ക് വരെ എന്ത് കൊടുക്കുക, 6 കൊടുക്കുക അല്ലെ. അപ്പൊ അത് r raised to n ആയിട്ട് പുറത്ത് വരും. r raised to n plus that is equal to n factorial. ഈ w മൈനസ് എക്ക് വരെ ഞാൻ 6 കൊടുക്കും. 2 pi m by r raised to n plus 1. ഇതെന്ന് പറഞ്ഞാൽ സർക്കിൾ അല്ലേ, സർക്കിളിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ 2 pi r അല്ലേ. ആ ഇന്റഗ്രൽ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ കർവ് അല്ലേ. ഇവിടുത്തെ ഗാമ എന്ന് പറഞ്ഞാൽ എന്താ
It is a circle. If gamma is a circle, a plus r e raised to it 0 less than or equal to t less than or equal to 2 pi. അപ്പോൾ ഇവിടെ r ക്യാൻസലായി 2 pi ക്യാൻസലായി നമുക്ക് എന്ത് കിട്ടും? ദാറ്റ് ഈസ് n factorial n by r raised to n. So this is the Cauchy's estimate. ഇത് r ക്യാപിറ്റൽ r ആണ്, ഞാൻ സ്മോൾ r എന്ന് എഴുതിയത്, ക്യാപിറ്റൽ r. ഓർ അല്ല സോറി അങ്ങനെ എഴുതണ്ട, അതല്ല കുറച്ച് കറക്റ്റ് ആവുക, കുറച്ചുകൂടെ കറക്റ്റ് ആവുക. കാരണം ആ സർക്കിൾ എന്റെ ഡൊമൈനിൽ ചെയ്യുന്നുണ്ടോ, സ്മോൾ r എന്ന് തന്നെ എടുത്താൽ മതി. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത അതേ ട്രിക്ക് ഗാമ ഇതെടുക്കുക, എന്നിട്ട് ഇതെല്ലാം അപ്ലൈ ചെയ്ത് കിട്ടും. നൗ r less than r was arbitrary. So take r tends to r, we get from the left അല്ലേ. ഇതാണ് r. നമ്മളിവിടെ ഇത് ഉപയോഗിച്ചാണ് ആർഗ്യൂ ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിനെ ആറിലേക്ക് കൊണ്ടുപോകാം. സോ വി ഗെറ്റ് the required inequality. Fn of a less than or equal to n factorial n by r raised to. So that proves Cauchy's estimate. Finally, ആ സെക്ഷനിലെ ലാസ്റ്റ് റിസൾട്ട് ഇതാണ്. Let f be analytic in the disk BAR and suppose that gamma is a closed rectifiable curve in BAR, then the integral is 0. So ഇത് Cauchy's തിയറത്തിന്റെ ഒരു വളരെ പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കേസാണ്. ഇതിന്റെ ജനറൽ തിയറംസ് ആണ് നമ്മൾ തേർഡ് മോഡ്യൂളിൽ Cauchy's തിയറം എന്ന് പറഞ്ഞ് പഠിക്കുന്നത്. ഇതിന്റെ പ്രൂഫ് എളുപ്പമാണ്. ഇത് പ്രൂവ് ചെയ്യുന്നത് proof by 2 to 2 പവർ സീരീസ് എക്സ്പാൻഷന്റെ റിസൾട്ട് 2 to 2 അല്ല, 2 to 1 എടുത്താലും മതി, 2 to 2 ഏതെടുത്താലും മതി. 2 to 1 ഡിസ്ക് അല്ലേ പറയുന്നുള്ളൂ. by 2 to 1 f of z എനിക്ക് എങ്ങനെ എഴുതാം? summation n equal to 0 to infinity an z minus a raised to n or mod z minus a less than r. Now എന്താ ചെയ്യുന്നത് അറിയാവോ? ഇതിന്റെ ആന്റി ഡെറിവേറ്റീവ് എഴുതിയാണ്. ക്യാപിറ്റൽ എഫ് ഓഫ് z ഈക്വൽ ടു ഈ ഇതിന്റെ ഡെറിവേറ്റീവ് ഇന്റഗ്രൽ എന്ത് വരും? summation n equal to വെറുതെ ഇന്റഗ്രേറ്റ് an z minus a raised to n plus 1 by n plus 1 ഇതല്ലേ. and n varies from 0 to infinity. ഇത് അല്ലെങ്കിൽ ഇങ്ങനെ എഴുതി നോക്കിയാൽ മതി. a0 plus a1 z minus a plus a2 z minus a square by 2 factorial plus etc. അല്ലേ. ഇത് ഒരു തവണ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? a0 z plus a1 z minus a square by 2 plus etc. വരും. അതാണ് താഴെ എഴുതിയിരിക്കുന്നത്. ശരിയാണോ? ഇനിക്വൽ ടു 0 എടുക്കുമ്പോൾ a0 0 z മൈനസ് എയും കൂടെ വരുന്നുണ്ട് അല്ലേ. അതെന്തുകൊണ്ടാണ് z മൈനസ് എ വരുന്നത്? എനിക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അവിടെ z മതി. z മൈനസ്
ഇസഡ് കൊടുത്താലും ഇസഡ് മൈനസ് എ കൊടുത്താലും ഇവിടെ വ്യത്യാസമൊന്നുമില്ല. ഇവിടെ ഇസഡ് മൈനസ് എ കൊടുക്കാം, ഇസഡും കൊടുക്കാം. കാരണം ഈ ആന്റി ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് യുണീക്ക് ഒന്നും അല്ലല്ലോ. ഇത് ആകെ വ്യത്യാസം വരുന്നത് എ നോട്ട് എ എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റന്റിന്റെ അഡിഷനേ വരുന്നുള്ളൂ. എ നോട്ട് ഇസഡ് എന്ന് കൊടുത്താലും ഇസഡ് മൈനസ് എ കൊടുത്താലും കറക്റ്റ് തന്നെയാണ്. ഇവിടെ ഒറ്റ ഒരു പവർ സീരീസ് ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇസഡ് മൈനസ് എ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, രണ്ടായാലും സെയിം തന്നെയാണ്. ഇവിടെ ഒരു സീരീസിനകത്തേക്ക് എഴുതണമെങ്കിൽ ആ ഇസഡ് മൈനസ് എയും കൂടെ തുടക്കത്തിൽ ഉണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ. ഓക്കെ, then what is f prime of z? Clearly f prime of z is f of z. അവിടെ ഒരു കാര്യം കൂടെ പറയണം, നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തെങ്കിൽ എഴുതിയെങ്കിലും ഈ സീരീസ് കൺവെർജന്റ് ആണെന്നും കൂടെ പറയണം അല്ലെ, എന്നിട്ടേ നമുക്ക് അതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ ഒരു ടെക്നിക്കൽ സംഭവം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. അത് കൺവെർജന്റ് ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ദിസ് ഈസ് സെയിം ഇസഡ് പവർ സീരീസിന്റെ ഫോമിൽ എഴുതുന്നു, സമ്മേഷൻ n ഈക്വൽ ടു 0 to infinity an/n+1 ഇസഡ് മൈനസ്. നമ്മളിപ്പോ ചുമ്മാ അകത്തോട്ട് കയറ്റി ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് ഫൈനൈറ്റ് പോളിനോമിയൽസിന് ചെയ്യാം. ഇതൊരു ഇൻഫൈനൈറ്റ് സീരീസാണ്. അപ്പൊ അകത്തോട്ട് കയറ്റി ഇന്റഗ്രേറ്റ് ചെയ്ത് കിട്ടുന്ന സാധനം കൺവെർജന്റ് ആണെന്ന് പറയണമല്ലോ. അപ്പൊ ഇതിന്റെ റേഡിയസ് ഓഫ് കൺവെർജൻസ് എന്ത് വരുമെന്ന് നോക്കാം. So what is limit n tend to infinity an/n+1 മോഡുലസ് റൈസ് ടു n+. ഇതാണ് എന്റെ 1/r അല്ലെ. റേഡിയസ് ഓഫ് കൺവെർജൻസ് r എന്നുള്ള നൊട്ടേഷൻ നമുക്ക് വേണ്ട. Since what is this limit n tend to infinity mod an raised to 1/n by n+1 raised to 1/n. Limit sup. This is what? This is exactly limit n tend to infinity sup mod an raised to 1/n. Why? Since what is limit of the denominator? n+1 raised to 1/n എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓക്കെ, അത് 1 ആയതുകൊണ്ട് so therefore the above power series has the same radius of convergence as summation an z minus a raised to n. Hence capital S is defined on BAR, and capital F prime of Z is f of z for mod z minus a less than. Hence integral over gamma f equal to 0. Why? പ്രിമിറ്റീവ് ഉണ്ടെങ്കിൽ ഇന്റഗ്രൽ 0 ആണെന്ന് നമ്മൾ ഫണ്ടമെന്റൽ തിയറം ഓഫ് ബൈ ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ് ഇൻ കോംപ്ലക്സ് അനാലിസിസ് റിസൾട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രൂവ് ചെയ്തിരുന്നു. ഒരു ഫംഗ്ഷന് പ്രിമിറ്റീവ് ഉണ്ടെങ്കിൽ അതിന്റെ ക്ലോസ്ഡ് കർവിലുള്ള ഇന്റഗ്രലിന്റെ വാല്യൂ 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതിങ്ങനെ നിൽക്കട്ടെ. അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്കി അടുത്ത സെക്ഷൻ പറയാം. അടുത്ത ഒരു സെക്ഷനും കൂടെ പറഞ്ഞാലാണ് നമുക്ക് നമ്മുടെ ഈ ഒരു സെക്കൻഡ് മോഡ്യൂൾ തീരുക. ഈ ഒരു സെക്ഷന്റെ എക്സസൈസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ആദ്യം സെമിനാറിനൊക്കെ തന്നിരുന്നു. കഴിവതും ആ എക്സസൈസുകളെല്ലാം ചെയ്യാൻ നോക്കുക മാക്സിമം. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള എക്സസൈസ് ആണ് ആ സെക്ഷനിൽ ഉള്ളത്. ഓക്കെ, ബൈ.